ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കലത്തപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഞങ്ങളെ ഭാഗത്തൊക്കെ ഇതിന് കലത്തപ്പം എന്നാണ് പറയണത്. ചില ഭാഗത്തൊക്കെ ഇതിന് കുക്കറപ്പം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ നല്ല ടേസ്റ്റിൽ റെഡിയാക്കാൻ നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിക്ക് 1.5 കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 2-3 മണിക്കൂർ അതിൽ വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ മാറ്റി വെക്കുകയാണ്. രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം അരി നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് മിക്സിന്റെ വലിയ ജാറിലിട്ടിട്ട് അതൊന്ന് അരച്ചെടുക്കാം. അരി മുഴുവൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മട്ടരിന്റെ ചോറാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ മതിയാവും. ഇനി അതിലേക്ക് ഒരു 4 ഏലക്കായ, ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം, പിന്നെ ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അരി അളന്ന അതേ കപ്പിൽ തന്നെ അതേ അളവിൽ തന്നെ ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം അതവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി റെഡിയാക്കാം. 3 ചെറിയ ക്യൂബ്സ് ശർക്കരയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇതൊരു 250 ഗ്രാം ശർക്കരയാണ് ഉള്ളൂ. അപ്പൊ അതിൽ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാം. അതൊരു പാകത്തെ മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി അതൊന്ന് അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുന്നുണ്ട്. ശർക്കര നന്നായി മെൽറ്റ് ആയതിനു ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ആ ചൂടോടുക്കെ തന്നെ നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ച ആ അരിക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു അരിപ്പയിലൂടെ ചേർത്ത് കൊടുക്കണം. ചേർത്ത് ഉടനെ അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ചൂടോടെ ഇളക്കിയിട്ടില്ലെങ്കിൽ അതിൽ നമ്മുടെ മാവ് വെന്ത് പോവും. അപ്പൊ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ട് അതും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കലത്തപ്പം നന്നായി പൊന്തി വരാനും നന്നായി സോഫ്റ്റ് ആയി കിട്ടാനുമാണ് ഈ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിന്റെ ചൂട് പോണതിന്റെ മുമ്പ് തന്നെ നമുക്കിത് കലത്തപ്പം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു കുക്കർ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു തേങ്ങാമുറിയുടെ പകുതി പൂണ്ടിട്ട് അത് ചെറുതായി കട്ട് ചെയ്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ തേങ്ങയൊക്കെ നന്നായി വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി ചെറുതായി കനം കുറച്ച് അരിഞ്ഞാലും മതിയാവും. ചെറിയ ഉള്ളി ആയിരിക്കും അതിന്റെ സ്മെല്ലൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ആയിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ ഇതാ ചെറിയ ഉള്ളിയും വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. പകുതി ആയി തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ മേലെ നേരത്തെ കോരി മാറ്റി വെച്ച തേങ്ങയും ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുക്കർ മൂടി വെക്കുക. അതിന്റെ വെയിറ്റ് ഊരി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 40 സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കുക. അപ്പോൾ ആ ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ അതിന്റെ മേലെ ഇങ്ങനെ ആവി പറക്കുന്നത് കാണാം. വെള്ളത്തിന്റെ ചെറിയ ബബിൾസ് വരുന്നതും കാണാം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം കുക്കറിൽ നിന്ന് എടുത്താൽ മതി. അപ്പോൾ ഇത് വേണമെങ്കിൽ ഒന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കാം. നല്ല ചൂടാറിയതിന് ശേഷം നമുക്ക് കുക്കറിൽ നിന്ന് എടുത്തിട്ട് അത് സെർവ് ചെയ്യാം. കലത്തപ്പം റെഡിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സ്റ്റീലിന്റെ കുക്കറാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ അടിയിലൊരു പാന് വെച്ചിട്ട് അതിന്റെ മേലെ കുക്കർ വെച്ചിട്ട് വേവിക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. അലുമിനിയത്തിന്റെ കുക്കർ എടുക്കായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പൊ നല്ല സോഫ്റ്റ് ആയ പഞ്ഞി പോലുള്ള ഒരു കലത്തപ്പാണിത്. ഇത് മുറിക്കുമ്പോൾ കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണ് എന്നുള്ളത്. നന്നായി ആരൊക്കെ എടുത്തിട്ടുള്ള അടിപൊളി കലത്തപ്പാണിത്. എത്ര കാലം കഴിഞ്ഞാലും എത്ര കഴിച്ചാലും ഇതിന്റെ രുചിയൊന്നും നമുക്ക് ഒരിക്കലും മടുക്കില്ല. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. ബൈ.